ഗൈസ്, നിങ്ങൾ ഇപ്പോഴും നിങ്ങൾക്ക് തോന്നിയ വെയിറ്റ് ഇട്ടിട്ടാണ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ അടുത്ത കാലത്തൊന്നും നിങ്ങൾ ആഗ്രഹിച്ച ഒരു ഗോളിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റില്ല. എന്തുകൊണ്ടാന്നല്ലേ ഞാൻ പറഞ്ഞു. അതിനു മുന്നേ ഫിറ്റ്നസ് ആൻഡ് ഹെൽത്ത് റിലേറ്റഡ് കണ്ടന്റിന് ഞാൻ ഇപ്പൊ തന്നെ ഫോളോ ചെയ്ത് വെച്ചു. ഒരു സെറ്റ് കഴിഞ്ഞ് അടുത്ത സെറ്റ് തുടങ്ങുന്നതിന് മുന്നേ എത്ര ടൈം റെസ്റ്റ് എടുക്കണം, എത്ര റെപ്പറ്റേഷൻ ചെയ്യണം, ഇതിനെ പറ്റി നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾ ലോഡ് ചെയ്യേണ്ട വെയിറ്റും. അപ്പോൾ ഈ 3 കാര്യങ്ങൾ പ്രോപ്പർ ആക്കിയാലേ നിങ്ങളെ ഗോളിലേക്ക് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് എത്താൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞിട്ടുണ്ട് 3 ടൈപ്പ് ആൾക്കാരാണ് ജിമ്മിന് വരുന്നത്. എൻഡ്യൂറൻസ് ബിൽഡ് ചെയ്യാൻ, ഹൈപ്പർട്രോഫി ചെയ്യുന്നവർ, അതായത് മസിൽ ബിൽഡിംഗ്, പിന്നെ സ്ട്രെങ്ത് ആൻഡ് പവർ, അതായത് വെയിറ്റ് ലിഫ്റ്റിംഗും പവർ ലിഫ്റ്റിംഗിനും ഒക്കെ പോണവര്. അപ്പോൾ നിങ്ങളെ ഗോൾ ഇതിൽ ഏതാണോ അതിനനുസരിച്ചാണ് നിങ്ങൾ ലോഡ് ചെയ്യേണ്ട വെയിറ്റും, നിങ്ങൾ എടുക്കേണ്ട റെപ്പറ്റേഷനും, നിങ്ങൾ എടുക്കേണ്ട ടൈമിന്റെയും റെപ്പറ്റേഷന്റെ കേസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ ലോഡ് ചെയ്യേണ്ട വെയിറ്റിനെ പറ്റിയിട്ടാണ്. ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ എൻഡ്യൂറൻസ് ബിൽഡ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കേണ്ട വെയിറ്റ് നിങ്ങളുടെ മാക്സിമം കപ്പാസിറ്റിയുടെ 40 to 65% ആണ്. അതായത് ഒരു എക്സാമ്പിൾ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 100 കിലോനെ എടുത്ത് പൊക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻഡ്യൂറൻസിന് വേണ്ടി വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ 40 കിലോ മുതൽ 65 കിലോ വരെ പൊക്കാൻ പാടുള്ളൂ. അപ്പം എൻഡ്യൂറൻസിന് വേണ്ടിയിട്ടുള്ള ആ ഒരു റെസ്റ്റും റെപ്പറ്റേഷനും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു ഗോൾ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ഹൈപ്പർട്രോഫിയുടെ കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ മസിൽ ബിൽഡ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കേണ്ട വെയിറ്റ് നിങ്ങളുടെ മാക്സിമം കപ്പാസിറ്റിയുടെ 70 to 85% ആണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒരു 100 കിലോനെ എടുത്ത് പൊക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ 70 കിലോ മുതൽ 85 കിലോ വരെയാണ് നിങ്ങൾ ഓരോ സെറ്റിലും യൂസ് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു മസിൽ ബിൽഡിംഗ് എന്നുള്ള ഗോൾ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ഇനി സ്ട്രെങ്ത് ആൻഡ് പവറിന്റെ കേസ് എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾ എടുക്കേണ്ട വെയിറ്റ് നിങ്ങളുടെ മാക്സിമം വെയിറ്റ് കപ്പാസിറ്റിയുടെ 85 to 100%. ഇപ്പൊ ഒരു 100 കിലോനെ എടുത്ത് പൊക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 85 kg സ്റ്റാർട്ട് ചെയ്യുക, 100 സ്റ്റോപ്പ് ചെയ്യുക. ഇതിന്റെ ഒപ്പം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേസാണ് നിങ്ങൾ എടുക്കേണ്ട റെസ്റ്റ് ടൈമും നിങ്ങൾ എടുക്കുന്ന റെപ്പറ്റേഷനും. ഞാൻ പറഞ്ഞു അതിനെപ്പറ്റി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ ഒരു 3 വീഡിയോയും കൂടെ കണ്ട് നിങ്ങളുടെ ഗോൾ എന്താണോ നിങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് നിങ്ങൾ ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ജിമ്മിന് പോകണം നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഇപ്പൊ തന്നെ അയച്ചു കൊടുത്ത് അവരോട് ഈ കാര്യങ്ങളൊക്കെ ഇപ്പൊ തന്നെ കറക്റ്റ് ആക്കാൻ പറയുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.